നാം ഉണ്ടാക്കിയ റോഡുകളെക്കാളും നാം ഉണ്ടാക്കിയ അമ്പരചുംബികളായ സ്കൂൾ കെട്ടിടങ്ങളെക്കാളും കൃത്യതയോടെ വിതരണം ചെയ്ത പാഠപുസ്തകങ്ങളെക്കാളും ആതുരാലയങ്ങളെക്കാളും സൗജന്യ ചികിത്സയെക്കാളും പെൻഷനേക്കാളും ഒരുപക്ഷെ മികച്ചു നിൽക്കുന്നത് ഇന്ത്യ രാജ്യത്ത് മതത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ, ഉപജാതിയുടെ പേരിൽ, ഭക്ഷണത്തിൻ്റെ പേരിൽ, വസ്ത്രത്തിൻ്റെ പേരിൽ കഴിഞ്ഞ 10 വർഷക്കാലം ഒരു മനുഷ്യന്റെയും ഒരു തുള്ളി രക്തം ചിന്താത്ത ഇന്ത്യയിലെ ഏക തുരുത്തിന്റെ പേര് LDF ഭരിക്കുന്ന കേരളമാണ് എന്ന് അഭിമാന പുരസ്സരം നമുക്ക് പറയാൻ കഴിയും. നമ്മൾ വലിയ റോഡുകൾ ഉണ്ടാക്കി, വലിയ പാലങ്ങൾ ഉണ്ടാക്കി, വലിയ വലിയ വികസന സംരംഭങ്ങൾ ഉണ്ടാക്കി. നാട്ടിൽ 365 ദിവസവും മതത്തിന്റെ പേരിൽ കലാപങ്ങളാണെങ്കിൽ നാം ഉണ്ടാക്കിയ വികസനം കൊണ്ട് ആർക്ക് എന്ത് പ്രയോജനം? അപ്പോഴാണ് കേരളം ഇന്ത്യയിൽ വേറിട്ട് നിൽക്കുന്നത്. ഏത് ഇന്ത്യയിലാണ് കേരളം എന്ന് നാം മനസ്സിലാക്കണം. കഴിഞ്ഞ 10-15 വർഷമായി മതത്തിന്റെ പേരിലാണ് ആളുകളെ കൊന്നു തള്ളിക്കൊണ്ടിരിക്കുന്നത്. ഗോവിന്ദ് ബൻസാരയെ കൊന്നത്, മുഹമ്മദ് അഖിലാഖിനെ കൊന്നത്, ഗൗരി ലങ്കേഷ്കറെ കൊന്നത്, പെരുമാൾ മുരുകനെതിരെ അക്രമം നടന്നത് ഒക്കെ മതത്തിന്റെ പേരിലാണ്. ജാതിക്കെതിരെ, ഉച്ചനീചത്വങ്ങൾക്കെതിരെ, മനുസ്മൃതിയിൽ അധിഷ്ഠിതമായ ജാതി വ്യവഹാരങ്ങൾക്കെതിരെ ധിഷണയെ പടവാളാക്കിയതിന്റെ പേരിലാണ് ഗൗരി ലങ്കേഷ്കറിനെ തൊട്ടടുത്ത കർണാടകയിൽ വർഗീയവാദികൾ കൊന്നു തള്ളിയത്. അങ്ങനെ എത്ര അനുഭവങ്ങൾ ഈ നാട്ടിലുണ്ട്.